പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ ഡ്രസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് അമ്മേൻ്റെ സ്കൂളിലൊരു ടീച്ചർ മെറ്റീരിയൽ വാങ്ങിയിട്ട് അച്ഛനോട് തയ്ച്ച് വെച്ചതാണ്. അപ്പം അച്ഛൻ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പം ഞാൻ അച്ഛൻ തയ്ച്ച ഡ്രസ്സൊന്ന് കാണിച്ചു തരാം. ആദ്യ ടീച്ചർ ഇതിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു മോഡലായിട്ട്. അപ്പൊ അത് വെച്ചിട്ട് അച്ഛനെ തയ്ച്ചാണ്. ലേസ് ചെറിയ ആ ഫോട്ടോയിലുള്ള ലേസ് വ്യത്യാസമുണ്ട്. ലേസ് അതേ ലേസ് കിട്ടാൻ പ്രയാസമായിരുന്നു. അപ്പോൾ ലേസ് വ്യത്യാസമുണ്ട്, പക്ഷെ മോഡൽ ഒരുപോലെയാണ്. താഴെ ഇങ്ങനെ ഓപ്പൺ വന്നിട്ട് സൈഡ് ഓപ്പൺ ഇല്ലാതെ താഴെ രണ്ട് ഇതിലായിട്ട് അടിയിൽ ഓപ്പൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഷോർട്സ് ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഭാഗങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഇൻസ്റ്റയിൽ ഇങ്ങനെ നോക്കിയപ്പോൾ അത് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ടോപ്പാന്ന് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ ആ ഷോർട്സ് എടുത്തത് വീഡിയോ ആക്കിയിട്ട് ചെയ്യാന്നപ്പോൾ വിചാരിച്ചു ആർക്കെങ്കിലും ഉപകാരമായാലോ എന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പോൾ ട്രെൻഡാണെന്ന് ഞങ്ങൾക്ക് അപ്പോൾ അറിയില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് 2 ദിവസമായിട്ടുള്ള ഞങ്ങൾ അറിഞ്ഞിട്ട്. ടീച്ചർ അന്ന് വിട്ടെന്നപ്പോൾ ടീച്ചർ വിചാരിച്ചിട്ടില്ല അത് മോഡലാണ്, ഇപ്പോഴത്തെ മോഡലാണെന്ന് അറിയില്ലായിരുന്നു. ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ മെറ്റീരിയൽ വാങ്ങി ഞങ്ങൾക്ക് തന്നിരുന്നു. അച്ഛൻ തയ്ക്കുമെന്ന് വെച്ചിട്ട് തന്നതായിരുന്നു. ഈ ടോപ്പ് എനിക്കുള്ള ആർക്കും നോക്കണ്ട കേട്ടോ. ആദ്യ ടീച്ചർ എന്നെക്കാളും ഹൈറ്റ് കുറവാണ്. ലിച്ചുവിൻ്റെ ഒക്കെ ഷോൾഡറിൻ്റെ അത്ര ഉള്ളൂ. അപ്പൊ ടീച്ചർക്ക് ഇത് എന്തായാലും ലോങ് ആയിട്ട് തന്നെ ലോങ് ടോപ്പ് മാറി തന്നെ നിൽക്കും. ഏകദേശം അടി വരെ ഉണ്ടാവും ഈ ടോപ്പ്. ഇത് പിന്നെ ഇതിന്റെ ഷാളാണ്, അതായത് ദുപ്പട്ട. ഇതിന്റെയും സൈഡിൽ അച്ഛൻ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കറക്റ്റ് അറിയണമെങ്കിൽ, കറക്റ്റ് ഫിറ്റ് അറിയണമെങ്കിൽ ആദ്യ ടീച്ചർ ഇട്ട് നോക്കേണ്ടി വരും. ടീച്ചർ അളവിനെ അടിച്ചതല്ലേ. ഇത് ഞാൻ ജസ്റ്റ് എന്റെ മേലൊന്ന് വെച്ച് കാണിച്ചു തന്നാണ്. അപ്പൊ ഇതിന്റെ ഭംഗിയൊക്കെ അറിയണമെങ്കിൽ ടീച്ചർ ഇട്ടത് നോക്കേണ്ടി വരും. അപ്പൊ ഇതിന് പിന്നെ പാൻറ്റും ഉണ്ട് കേട്ടോ. അതേ കളർ, സെയിം കളറിൽ പാൻറ്റും ഉണ്ട്. സാധാരണ നമ്മളെ പാൻറ് അടിക്കണ ടോപ്പിനൊക്കെ ഉള്ള അതേമാതിരത്തെ പാൻറ്റും. അച്ഛൻ ഇത് രാത്രിയായിരുന്നു കേട്ടോ കട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ വീഡിയോക്ക് ചെറിയ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട്. സെൻറ്ററിൽ ലേസ് വരുന്ന ഭാഗത്ത് ഫുള്ളായിട്ടൊരു കട്ടിങ് വരുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ ഷോർട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ അച്ഛൻ ഫുള്ളായിട്ട് വരച്ചിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്യാണ്. ഞങ്ങൾക്ക് പല മോഡൽ തയ്ച്ച് തരുമ്പോൾ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ആ കട്ടിങ് വീഡിയോയും ആ ഡ്രസ്സ് അടിക്കണ തയ്ക്കണ മോഡലൊക്കെ ഒന്ന് യൂട്യൂബിൽ ഇട്ടൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ഇട്ട് നോക്കിയതാണ്. സെൻറ്റർ കട്ട് ചെയ്യുന്നതും തയ്ക്കുന്നതും ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ലേസ് വെക്കുന്നതാണ് എടുത്തിട്ടുള്ളത്. 2 സൈഡിലെ സെൻറ്ററിലും ഇങ്ങനെ ലേസ് വെക്കുകയാണ് കേട്ടോ. 2 സൈഡിലും ലേസ് താഴെ വരെ വെച്ചതിന് ശേഷം അത് പിന്നെ സെൻറ്ററിൽ, ടോപ്പിൻ്റെ സെൻറ്ററിൽ നെക്കിൻ്റെ അവിടെ ആയിട്ട് കുറച്ച് ലേസ് കൂടെ വേണം. അപ്പോൾ അതും കൂടെ വെക്കുകയാണ് കേട്ടോ. ലേസ് പിന്നെ ഡബിൾ ആയിട്ടാണ് കേട്ടോ എല്ലാ സൈഡിലും വെച്ചിട്ടുള്ളത്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സും അമ്മേൻ്റെ ഫ്രണ്ട്സൊക്കെ തയ്ക്കാൻ തരുന്ന ഡ്രസ്സൊക്കെ ഇപ്പം അച്ഛൻ അടിക്കുന്നുണ്ട് ചിലതൊക്കെ. ആദ്യം അച്ഛന് ഭയങ്കര മടിയൊന്നും അടിക്കാൻ. പിന്നെ ഇപ്പം കൈ തയ്ക്കുകയാണ്. കൈന് അതുപോലെ ലേസ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷാളും പാൻറ്റും തയ്ച്ചിട്ടുണ്ട്. അത് രണ്ടും തയ്ക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല. ഷാളിന് എല്ലാ സൈഡിലും ലേസ് വെച്ചിട്ടുണ്ട്. അതുപോലെ പാൻറ്റും തയ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.